السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ലോകത്ത് ഏതൊരു മനുഷ്യന്റെയും പാരത്രിക ലോകത്തേക്കുള്ള ആദ്യത്തെ വീട് ഖബർ തന്നെയാണ്. ആ ഖബറിൽ സന്തോഷം ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സത്യവിശ്വാസിയും ഉണ്ടാവുകയില്ല. ഖബറിൽ രക്ഷ ലഭിക്കണം, സന്തോഷമുണ്ടാകണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. മുങ്കർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഉത്തരങ്ങൾ നൽകാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും നാട്ടുകാർക്കും അയൽവാസികൾക്കും എല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ആ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുമെന്ന് പറഞ്ഞാൽ ആ അവസരം നഷ്ടപ്പെടുത്താൻ ഒരൊറ്റ മുഅ്മിനും നിൽക്കുകയില്ല എന്നതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത നിഅമത്തുകളിൽ ഓരോന്നും വേണ്ടുവോളം നാം ആസ്വദിക്കുമ്പോഴും അവനെ സ്മരിക്കുന്നതിൽ നാം വളരെ പിന്നിൽ തന്നെയാണെന്നിരിക്കെ ഖബറാകുന്ന കൂരിരുളിൽ പ്രകാശം വിതറിക്കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അവസരം ലഭിക്കുക എന്നത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ വെച്ച് കണ്ട് സന്തോഷിക്കാൻ അവിടുന്ന് തന്നെ പഠിപ്പിച്ച ഒരു സ്വലാത്താണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ സ്വലാത്ത് എല്ലാ ദിവസവും 33 വട്ടം ചൊല്ലുക. അങ്ങനെ 33 വട്ടം ചൊല്ലുന്നവന്റെ ഖബറിന്റെയും ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിന്റെയും ഇടയിൽ ഒരു കവാടം തുറക്കപ്പെടുമെന്നും പുനർജീവിത നാൾ വരെ അവനിക്ക് അവിടെ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. ആയതിനാൽ ഈ സ്വലാത്ത് എല്ലാവരും ദിവസം 33 വട്ടം ചൊല്ലൽ പതിവാക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി സ്വലാത്തൻ തകൂനു ലക റിളാഅ വലിഹഖിഹി അദാഅ. സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് എഴുതി വെച്ച് എല്ലാവരും കാണാതെ പഠിച്ച് പതിവാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറിൽ വെച്ച് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. മരണത്തിന് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അതിനുള്ള സ്വലാത്ത് ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന വീഡിയോയിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.